യുദ്ധത്തിൻ്റെ കെടുതികൾ നമ്മുടെ പടിവാതിക്കൽ എത്തുമ്പോഴാണ് നമ്മൾ അതേപ്പറ്റി കൂടുതലായിട്ട് ആലോചിക്കുന്നത്. അതുവരെ നമ്മൾ യുദ്ധം എവിടെയോ നടക്കുന്നു, നമുക്കതിലൊരു പങ്കുമില്ല എന്നുള്ള രീതിയിലാണ് ചിന്തിക്കുക. ഇപ്പോഴിതാ ഇറാൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഒരു വനിതയുടെ മൃതദേഹം കഴിഞ്ഞ ദിവസം ന്യൂയോർക്ക് ക്വീൻസിലെ ഓൾസോൺ പാർക്കിൽ കൊണ്ടുവരികയുണ്ടായി, അവരുടെ വീട്ടിൽ കൊണ്ടുവരികയുണ്ടായി. അവർ ഈ ഏഞ്ചൽ രാംപ്രസാദ് എന്ന് പറഞ്ഞ് ഒരു സാർജൻറ്റ്, അവർ ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ അവിടെയാണ് ജനിച്ചത്. 2 വയസ്സുള്ളപ്പോൾ ഇവിടെ അമേരിക്കയിലെത്തി. പിന്നീട് പട്ടാളത്തിൽ ചേർന്നു. 18-19 വയസ്സുള്ളപ്പോൾ പട്ടാളത്തിൽ ചേർന്നു. അമ്മയാണ്, ഇവർ 2 പെൺമക്കളാണ് അവരെ വളർത്തിക്കൊണ്ട് വന്നത്. അപ്പോൾ ഇവർ ഈ രാംപ്രസാദ് എന്ന് പറയുമ്പോൾ പ്രസാദ് അതിൻ്റെ വേറൊരു ഭാഗമാണ്. അപ്പോൾ നമുക്കറിയാം ഇന്ത്യയിൽ നിന്ന് കുടിയേറിയവരാണ്, മുൻകാലത്ത് എന്നോ കുടിയേറിയവരാണ് അവരുടെ കുടുംബം. അത് മിക്സഡായിട്ട് ആ ഭാഗത്തുള്ള ട്രിനിഡാഡിലും മറ്റുമുള്ളത് കൂടുതലും ഇന്ത്യൻ വംശജരാണ്. അത് മറ്റ് സംസ്കാരങ്ങളുമൊക്കെയായി ഇടകലർന്ന മനുഷ്യർ. അപ്പോൾ എന്തായാലും അത് നമ്മുടെ ഒരാൾ കൊല്ലപ്പെട്ട ഒരു പ്രതീതിയാണ് നമുക്ക് തോന്നിയത്. ഒരു ചെറുപ്പക്കാരി മരിച്ചു, അവർ രാജ്യത്തിന് വേണ്ടി അവർ ജീവൻ ബലിയർപ്പിച്ചിരിക്കുന്നു. അപ്പം ദുഃഖകരമായൊരു കാര്യം, മരിച്ചു എന്നുള്ളത്. അപ്പോൾ ആ കുടുംബത്തിന് നമ്മളെല്ലാം അവരുടെ വേദനയിൽ നമ്മളൊക്കെ പങ്കുചേരുന്നു. നമുക്കൊക്കെ കൂടി വേണ്ടിയാണ്, നമ്മുടെ ഈ രാജ്യത്തിന് വേണ്ടിയാണ് അവർ ജീവത്യാഗം ചെയ്തത്. അപ്പോൾ എന്തായാലും ഈ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കെ ഇങ്ങനെയുള്ള കെടുതികൾ വരുമ്പോഴാണ് ഇത് നമ്മളെയും ബാധിക്കുന്നതാണല്ലോ എന്നുള്ള ചിന്ത വരുന്നത്. നമ്മുടെ ആളുകൾ അധികം സൈന്യത്തിലില്ല, അതുകൊണ്ട് നമ്മൾ വളരെ അന്യമായിട്ടാണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത്. പക്ഷേ ഇന്നിപ്പം ഈ ഫസ്റ്റ് ജനറേഷനിൽ അധികം ആളുകളില്ലെങ്കിലും സെക്കൻഡ് ജനറേഷനും തേർഡ് ജനറേഷനും ഒക്കെ ആകുമ്പോഴത്തേക്ക് നമ്മുടെ ആളുകൾ ധാരാളമായിട്ട് സൈന്യത്തിൽ ചേരും. അപ്പോൾ സൈനിക സേവനം ചെയ്യും. കാരണം അവർ അങ്ങനെ വേണമല്ലോ. ഈ രാജ്യത്തോട് പ്രതിബദ്ധത എന്ന് പറഞ്ഞാൽ ഈ രാജ്യത്തിന് വേണ്ടി ജീവൻ ബലിയർപ്പിക്കാനും തയ്യാറായിട്ട് ഉള്ളവരായിരിക്കണമല്ലോ ഈ രാജ്യത്ത് ജീവിക്കുന്ന പൗരന്മാർ, തീർച്ചയായിട്ടും. അപ്പോൾ എന്തായാലും ഈ യുദ്ധം ഈ 13-ാം ദിവസവും അമേരിക്ക അതിശക്തമായിട്ട് ഇറാനെ ആക്രമിക്കുന്നുണ്ട്. പക്ഷേ ഇറാൻ വഴങ്ങുന്നില്ല. ഇറാന് ഒറ്റപ്പെട്ട ആക്രമണങ്ങളൊക്കെ അയൽ രാജ്യങ്ങൾക്ക് നേരെ നടത്തുകയാണ്. പ്രധാനമായിട്ടും അമേരിക്കയുടെ സഖ്യകക്ഷികൾ അമേരിക്കൻ താവളങ്ങളൊക്കെ ലക്ഷ്യമാക്കിയാണ് അവർ ആക്രമിക്കുന്നതെന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ കപ്പലുകളെയും ആക്രമിക്കുന്നു. എണ്ണവിലയൊക്കെ ആണെങ്കിൽ ഇപ്പം വീണ്ടും പഴയതുപോലെ $100 കഴിഞ്ഞ് കവിയുന്ന സ്ഥിതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ പൊതുവിൽ അന്താരാഷ്ട്ര രംഗം ഇങ്ങനെ ഒരു ഫ്ലൂയിഡ് സ്റ്റേറ്റ് എന്ന് പറയുന്ന പോലെ ഒരു നിശ്ചയവുമില്ല, ആ രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇതിന് ഒരവസാനം എന്ന് കാണുമെന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. എല്ലാവരും വിചാരിച്ചുകൊണ്ടിരുന്നത് ഇവിടെ ഇടക്കാല ഈ കോൺഗ്രസിലേക്കുള്ള ഇലക്ഷൻ നവംബറിൽ നടക്കുകയാണ്, അതിനു മുമ്പ് ഇതിനൊരു പരിഹാരമുണ്ടാവും എന്നാണ് എല്ലാവരും കരുതിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതിനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. എന്ന് മാത്രമല്ല, ഈ ഇറാനിൽ ഇത്രയൊക്കെ ചെയ്തിട്ട് എറിഞ്ഞിട്ട് പോന്നു കഴിഞ്ഞാൽ അവിടെ സ്ഥിതി പിന്നെ വഷളാകും, ഇതിൽ കൂടുതൽ വഷളാകും. ഇതിനേക്കാൾ കൂടിയ കാര്യങ്ങൾ പിന്നെ ചെയ്യേണ്ടി വരും. അപ്പോൾ പിന്നെ ഇതിനൊരു തീരുമാനം ഉണ്ടാവാതെ, ഒരു കരാറുണ്ടാവാതെ അവിടുന്ന് പോരാനും പറ്റാത്ത അവസ്ഥയിലേക്ക് അമേരിക്ക ചെന്നുവിട്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയിൽ ഈ വേണ്ടത്ര സഖ്യകക്ഷികളിൽ നിന്നൊക്കെയുള്ള പിന്തുണ അമേരിക്കയ്ക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നമായിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ ലഭിക്കുകയായിരുന്നെങ്കിൽ, സഖ്യകക്ഷികളൊക്കെ കൂടി ചേർന്നിരുന്നെങ്കിൽ ഇറാൻ പണ്ടേ ആ നിലപാട് മാറ്റുകയും അവർ ഒരു നിലയിൽ എത്തുമായിരുന്നു, ഒരു തീരുമാനത്തിൽ എത്തുമായിരുന്നു. അപ്പോൾ ഇതിനിടയിൽ ചൈനയും റഷ്യയും ഒക്കെ രഹസ്യമായിട്ട് സഹായിക്കുന്നുണ്ടെന്നാണ് പറയുന്നത് ഇറാനെ പിടിച്ചു നിൽക്കാനായിട്ട്. അപ്പോൾ അത് എത്ര കണ്ട് ശരിയാണെന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഉണ്ടാവുമായിരിക്കാം ഒരുപക്ഷേ. പക്ഷേ ഇസ്രായേലി ചാരന്മാരും അമേരിക്കൻ ചാരന്മാരും ഒക്കെ ഉള്ളപ്പോൾ അതത്ര എളുപ്പമാണോയെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെയായാലും ഈ യുദ്ധവും ഈ കലുഷിതമായ അന്തരീക്ഷവും ഒരു സുഖവും നൽകുന്ന ഒരു കാര്യമല്ല. ഇതുകൊണ്ട് ആരെന്ത് നേടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും ഈ ഇറാൻ ഒരു അണ്വായുധത്തിൻ്റെ ഒരു അത്യാവശ്യമൊന്നുമില്ല, അത് കാര്യത്തിലൊരു തർക്കവുമില്ല. അതിൻ്റെ പേരിൽ അവർ പിടിവാശി വെക്കേണ്ട കാര്യവുമില്ല. പിന്നെ അതിന് താല്പര്യമില്ലാന്ന് അവർ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ എന്താണ് അതിനൊരു കരാറിൽ വരുന്നതിന് ഇപ്പോൾ ബുദ്ധിമുട്ട് എന്നാണ് മനസ്സിലാവാത്തത്. അപ്പോൾ അവിടെ തന്നെ ആ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ അണ്വായുധമില്ലാതെ ഉള്ള ഒരു ഇറാൻ നിലനിൽക്കില്ലേ? അത് ശക്തമായിട്ട് തന്നെ നിലനിൽക്കില്ലേ? അപ്പോൾ അതാണ് ചിന്തിക്കേണ്ട ഒരു വിഷയം. ഇതേസമയം തന്നെ ഈ സൗദി അറേബ്യയ്ക്ക് അവിടെ അണ്വായുധം അല്ലെങ്കിൽ യുറേനിയം എൻറിച്ച്മെൻറ്റിനൊക്കെയുള്ള സൗകര്യം കൊടുക്കാമെന്ന് ഇപ്പോൾ ഒരു കരാറുണ്ടാക്കിയിട്ടുണ്ട് പ്രസിഡന്റ്. പക്ഷേ ഒരു വ്യവസ്ഥ വെച്ചിരിക്കുന്നത് ഇസ്രായേലിനെ അവർ അംഗീകരിക്കണം എന്നുള്ളതാണ്. അത് അംഗീകരിക്കുമെന്ന്
കണ്ടറിയേണ്ടതാണ്. അത് അംഗീകരിച്ചു കഴിഞ്ഞാൽ, സൗദി അറേബ്യ അംഗീകരിച്ചു കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിരിക്കും, വലിയൊരു മാറ്റമായിരിക്കും ആ ഭാഗത്തുണ്ടാകാൻ പോകുന്നത്. അങ്ങനെ സൗദി അറേബ്യ പോലൊരു രാജ്യം കൂടി അംഗീകരിച്ചു കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ഈജിപ്തും ജോർഡനും ഒക്കെ ഏകദേശം അംഗീകരിച്ച രീതിയാണ്, നേരിട്ടാണേലും അല്ലെങ്കിലും. അങ്ങനെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇസ്രയേലും കൂടി നിലനിന്ന് പോകുന്ന ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ ആ പ്രശ്നങ്ങൾ തന്നെ മൊത്തം കെട്ടടങ്ങാവുന്നതേ ഉള്ളൂ. ഇറാനും ഒരു മനംമാറ്റം വന്നു കഴിഞ്ഞാൽ, ഒരു ചെറിയ രാജ്യം അവരങ്ങ് നിന്ന് അവിടെ തുടർന്ന് പോകട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അതിൽ മതവും പഴയ ചരിത്രവും ഒക്കെ പൊക്കിക്കൊണ്ട് വന്നിട്ട് വലിയൊരു കാര്യം ഉണ്ടെന്ന് തോന്നുന്നില്ല. അപ്പം അങ്ങനെ ഒരു പരിഹാരം ഉണ്ടാവുന്നതിലേക്ക് കാര്യങ്ങൾ നീങ്ങട്ടെ. പക്ഷേ ഇപ്പോഴങ്ങനെ ഒരു പരിഹാരത്തിലേക്ക് കാര്യങ്ങളൊന്നും നീങ്ങുന്നില്ല. എല്ലാം യുദ്ധവും പിന്നെ വാഗ്വാദവും ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എന്ന് മാറുമെന്നാണ് നമ്മളൊക്കെ ആശങ്കയോടെ ചോദിക്കുന്നത്. നമ്മളെല്ലാം മുറിപ്പെടുത്തുന്നു ഇതെല്ലാം, ഈ സംഭവങ്ങളെല്ലാം. ഇപ്പോൾ ഇറാനിൽ ഈ അമേരിക്കയിൽ എത്ര 18 പേരോ ഏറ്റവും മരിച്ചു. അപ്പോൾ ഇറാനിലൊക്കെ എത്ര പേര് മരിച്ചിട്ടുണ്ടാവും? അപ്പോൾ എത്ര പേര് എന്തേറെ നാശനഷ്ടങ്ങളും പിന്നെ വിഷമതകളും അവർ നേരിടുന്നുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് ഒരു പരിഹാരമുണ്ടാവാനായിട്ട് ഇറാനിൽ സുബോധമുള്ളവർ രംഗത്ത് വരണം. ഈ മതവിരോധവും വർഗീയതയും വൈരാഗ്യവും മനസ്സിൽ വെച്ചുകൊണ്ട് കാര്യങ്ങളെ കാണുന്ന ആ സ്ഥിതിക്കൊരു മാറ്റം വരണമെന്ന് നമുക്ക് ആഗ്രഹിക്കാം.